ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 7 മണിയാവാൻ പോവാം കേട്ടോ. ഇപ്പോഴാണ് ബോർഡിങ് ടൈം. അപ്പോൾ ഞാനിപ്പോൾ കയറാനായിട്ട് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കൊച്ചിയിൽ വെച്ച് കാണാം ഗൈസ്. വീഡിയോ എടുക്കണ്ടേ? കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ 2 നാട്ടകമാണ് അമേരിക്ക വന്ന കടുവ. അങ്ങ് മൂതറ കവരത്തിയിൽ നിന്നും 1 വർഷത്തെ മോശമായ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇവൻ ഇതിനല്ല ഇതിനപ്പുറവും പറയും. നമ്മൾ രാവിലെ കയറി. ഇപ്പം സമയം 11:30. ഇപ്പം അമ്മേനെ എത്തിയിരിക്കുന്നു. എനിക്കിതുവരെ സീറ്റ് കിട്ടിയില്ല. ആ 2 സീറ്റിൽ കയറി ഇരിക്കുക. കുറോസ് വന്നിട്ടുണ്ട് സീറ്റിൽ പോവാൻ. അങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ്. കൊച്ചി. ഇതുവരെ ഇല്ല എന്നുള്ളതാണ് സത്യം. പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. ഹലോ, അപ്പം ഞാൻ റൂമിലൊക്കെ എത്തിയിട്ടോ. റൂമിലെ പോലെ അപ്പടി അലകൂലായി കിടക്കും. ഞാനെല്ലാം വലിച്ചു വാരിയിട്ടേക്കോ. ഇപ്പം ഞാൻ പൊന്നുനെ കാണാൻ പോകും. അവൾക്ക് സർപ്രൈസ് കേക്ക് കൊടുക്കണം. അവളുടെ കോളേജിലിപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ഒന്നും പരിപാടി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്കറിയില്ല എന്തെങ്കിലും കേക്ക് ഉള്ളത്. അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് ഈ മീൻ പൊരിച്ചൊക്കെ കൊടുക്കാൻ പോവാണെന്നാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയിട്ട് അവിടെ എന്താവും, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടെ. പൊന്നിൻ്റെ അടുത്ത് ഫ്രണ്ടിനെ കാണിച്ചു തരാം. ഹലോ പറയും. ഹായ്. ഇവനെ കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട, കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പം നമുക്ക് പൊന്നിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ടു. വഴിയരികിൽ കൂടി നടന്നു നീങ്ങുകയാണ് ഞങ്ങൾ. എൻ്റെ ഒരു പറയട്ടെ, നീ കെട്ടതാണ്. ഇതാണ് ആ മുതല്. ഇപ്പൊ കൊണ്ടുവരാ മാറ്റം തോന്നുന്നുണ്ടോ? അതിനാ ഉള്ളുണ്ട് താക്കേ പുറത്തേക്ക്. അത് നാക്കറിയേണ്ട ആവശ്യമില്ലേ? മുറിക്കണ്ടേ ഇപ്പൊ? സ്നേഹം മാത്രമേ. മുറി ഇതെന്താണ്? നമ്മൾ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഫുഡ് കഴിക്കാൻ പോകാം. വിശന്നിട്ട് വയ്യ. അവിടെ പോയിട്ട് ബാക്കി വരാം. നമ്മൾ സ്വാഗതത്തിൽ പോകുന്നു ഗായ്സ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോൺ പെട്ടെന്ന് ചീത്തയാവും. നല്ല ഭംഗിയുള്ള ആകാശം. ഈ കാണുന്നു സോൾട്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അങ്ങാണ്ട് നോക്ക്. അങ്ങാണ്ട്
നേരം പറഞ്ഞ് ഭയങ്കര ആംബിയൻസ് വൺ സെറ്റപ്പ്. മിണ്ടാണ്ടിരിക്കുന്നത് നോക്കണ്ട, വാ തുറന്ന അലമ്പാണ്. ഇവന്റെ മൂക്കിന് മേലെ കുരു എല്ലാം കാണുന്നടോ. ബ്രേക്കപ്പ് ആയി കഴിയുമ്പോ നിനക്ക് ഇടാൻ ഒഫീഷ്യലി പറ്റിയ ഒരു സാധനമാണ്. നല്ല പാട്ട് അവിടെ. വീഡിയോ എടുപ്പിച്ചതാ. എടാ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കോടാ. ഇങ്ങനൊന്നും പാടാനൊന്നും എന്നെ കിട്ടില്ല. ഉള്ളിൽ തരുവതാണോ? ഉള്ളിൽ തരുവ. നീ കട്ട് ചെയ്തന്നെ കൊല്ലും. ഞാനിടും, ഇങ്ങനെ തന്നെ ഇടും. അപ്പൊ നീ നിന്റെ ബ്രേക്കപ്പിന് ഇങ്ങനെ കണ്ടിന്യൂ. രാവിലെ റൂമൊക്കെ എടുത്ത് ഇവിടുന്ന് പോയി. ഞാൻ അനിയത്തിയുടെ അടുത്ത് കാണാൻ പോയി. അപ്പോൾ എന്നോട് ഇവിടുത്തെ റൂമിലെ തങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെയുള്ള റൂം കിട്ടിയത് മേലോട്ട് മാറ്റിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് റൂം മാറ്റുമെന്ന് പറഞ്ഞു. ഞാൻ കരുതി രാവിലെ തന്നെ മാറ്റുമെന്ന്. ഞാൻ തിരിച്ച് 1 മണിക്ക് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ ബാഗും കിടക്കൊക്കെ ഒരിടത്ത് മാറ്റി. എൻ്റെ റൂമിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് റൂമില്ല. ഞാൻ കുറേ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ഷിപ്പുള്ളതുകൊണ്ട് ആൾക്കാർ പോകുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്തു കേട്ടോ. 1 മണിക്കൂറായി. പിന്നെ അവരെനിക്ക് സ്പെയർ ആയിട്ട് റെസ്റ്റ് ചെയ്യാനൊരു റൂം തന്നു. പക്ഷെ എനിക്ക് കിടന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ഇപ്പോൾ സമയം 3 മണിയായി. 3 മണിയായപ്പോൾ എനിക്ക് വേറെ റൂം അവർ മാറ്റി തന്നു. സോ ടുഡേ വാസ് ഹെക്ടിക്. എന്താണെന്നറിയില്ല, ഞാൻ കയറിയപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ കിട്ടിക്കൊണ്ടുണ്ട്. ഷിപ്പിൽ നിന്നൊരു പണി, ഷിപ്പിൽ നിന്ന് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ 2 പണി. ഇറങ്ങിയത്തൊരു പണി, ഇവിടെ വന്നപ്പോൾ വീണ്ടും ഒരു പണി. അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ ഞാൻ നിർത്തി വെച്ച് കിടന്നുറങ്ങാൻ പോവാം. ഇനി വൈകുന്നേരമുള്ള പരിപാടിയൊക്കെ പൊന്നു വന്നിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ കുറേ കാലമായിട്ട് ബീഗമുത്തോളുടെ വ്ളോഗിൽ ഇങ്ങനെ പുള്ളിക്കാരി ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എനിക്കൊരു ചാൻസ് കിട്ടിയില്ല. സോ ഫസ്റ്റ് ടൈം ഇന്ന് നമുക്ക് ആ ചാൻസ് കിട്ടിയിട്ടുണ്ട്. കണ്ടു ഓടിക്കുന്നത് ആരാണെന്ന് നോക്കൂ. പുള്ളിക്കാരി ദുബായിൽ നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന എനിക്കറിയാം, കാരണം വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടു കാണും. സോ ഇന്ന് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയൂ സ്പീഡിൽ. പക്ഷെ ഇപ്പൊ കണ്ണൂർ വരെ പോയില്ലേ? ഒറ്റയ്ക്ക് പോയതാ? ഞാനും ഹസ്ബൻഡും കൂടി പോയി. നല്ല 2 പേർക്ക് ഡ്രൈവിംഗ് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? ഒരാൾക്ക് ക്ഷീണമാവുമ്പോ അറിയില്ലല്ലോ. എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്? എനിക്ക് നസീബും സൈന്യവും എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നു, 2 വീലർ ഒരു ദിവസം ഓടിക്കാൻ. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കര അതാണ് ഡിഫറൻറ്റ്. 2 വീലർ ഓടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്കിഷ്ടമാണ്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല. സൈക്കിളോട് അറിയില്ല, അതുകൊണ്ടാണ് കണ്ടോ. 2 വീലർ അറിയില്ല, കാർ അഹങ്കാരം കൊണ്ട് പറയാം. അയ്യോ അല്ല, അറിയില്ല, എനിക്ക് സൈക്കിളോട് അറിയില്ല, അതാണ് സംഭവം. ഞാൻ പഠിച്ചെടുക്കും ഇൻഷാ അല്ലാ. നമുക്ക് എന്നിട്ട് ഗോവയിൽ പോകണം. ഞങ്ങൾ യൂട്യൂബേഴ്സ് ഗോവയിൽ ഒരു മീറ്റ് പോക്കാറ്, വരുന്നവർ വരട്ടെ, അതാ നല്ലത്. ഓക്കെ, ഞങ്ങൾ വഴിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ബൈ. ഇതിലോട്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്നേ. ഇത് എന്റെ ഫ്രണ്ട് ലക്ഷദ്വീപ് കവരത്തിയില്, ഇന്ന് എത്തിയതാ. അപ്പൊ ഞാൻ ഒറ്റക്ക് പോകുന്നില്ല, നീ പോകുന്ന ബീഗമുത്തുള്ള ട്രിപ്പിന് പോകുന്ന ഫ്രണ്ട്സിനെ കാണാൻ വന്നതല്ലേ? ട്രിപ്പോളി